എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 23 ഞായറാഴ്ച. നമ്മുടെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നാളെ നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നവംബർ 4th വീക്ക്, ഈ മാസത്തെ ലാസ്റ്റ് വീക്കിലേക്ക് കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ മന്ത്ലി എക്സ്പയറി കൂടെയാണ്. നല്ലൊരു വാളറ്റൈലിറ്റി പ്രതീക്ഷിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആൾ ടൈം ഹൈന് അരികിലേക്ക് എത്തി. 26,246 26,247 ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തി. 26,277 ആൾ ടൈം ഹൈ. അപ്പോൾ അവിടെ നിന്നും കുറച്ച് താഴേക്ക് വെള്ളിയാഴ്ച കുറച്ച് താഴേക്ക് വന്നു. വെള്ളിയാഴ്ച താഴേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ AI ബബിളിനെ കുറിച്ച് ഒരു അഭ്യൂഹങ്ങൾ. AI ബബിൾ വരാൻ പോകുന്നു, മാർക്കറ്റുകൾ ക്രാഷ് ആകും എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതും പ്രധാനമായും ഈ പറഞ്ഞത് അമേരിക്കയിലുള്ള ഒരു ഷോർട്ട് സെല്ലർ, അയാളുടെ പേര് മൈക്കിൾ ബറി എന്നാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തത്. AI ബബിൾ വരാൻ പോകുന്നു, മാർക്കറ്റുകൾ ക്രാഷ് ആകും, ഞാൻ ഇത്ര സ്റ്റോക്കുകൾ ഷോർട്ട് ചെയ്തു വെച്ചിരിക്കുന്നു, ഇത്ര ഓപ്ഷനുകൾ പുട്ട് ഓപ്ഷൻ എടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ US മാർക്കറ്റൊക്കെ വല്ലാതെ ഇടിഞ്ഞു. 1000 പോയിന്റോളം ഇടിഞ്ഞ്. പിന്നീട് NVIDIAയുടെ ഒരു ഏണിങ്സ് റിപ്പോർട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് 3.5% പോസിറ്റീവാണ് ഏണിങ്സ് റിപ്പോർട്ട് NVIDIAയുടെ. അതുകൊണ്ട് തന്നെ 1000 പോയിന്റ് ഇടിഞ്ഞ് 300 പോയിന്റ് റിക്കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ AI ബബിളിനെ കുറിച്ച് എന്താണെന്നുള്ളത് ഒരു സിമ്പിളായിട്ട്, അതായത് പെട്ടെന്ന് കേവലം ചില വാക്കുകളിൽ നമുക്ക് പറയാം. അതിനു മുൻപ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് അത്യാവശ്യം മുകളിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ FIs സെല്ലിംഗ് വളരെ കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാഴ്ച മാത്രം, അതായത് കഴിഞ്ഞ ആഴ്ച അവർ 188 കോടിയുടെ സെൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അവരുടെ റിപ്പോർട്ട് വായിച്ചതാണ്. 1000, 2000, 3000, 4000 കോടികളോളം അതിന് മുകളിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് ഇപ്പോൾ കേവലം 188 കോടിയുടെ സെല്ലിങ്ങിലേക്ക് അവർ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും മാർക്കറ്റുകൾ മുന്നിലേക്ക് വരാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഡിസംബർ 11 ഫെഡ് റിസർവ് ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും ഒരു 25 ബേസിസ് പോയിന്റ് കുറയ്ക്കും എന്നുള്ള ഒരു ശ്രുതി കൂടെ വരുന്നുണ്ട്. അതും നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ആൾ ടൈം ഹൈനടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന ആഴ്ച ശ്രദ്ധിക്കാനുള്ളത്, ഇന്ത്യ US ട്രേഡിംഗ് ഡീൽ എവിടെയും എത്തിയിട്ടില്ല. നവംബർ 21 ഡെഡ് ലൈനാണ് പറഞ്ഞിരുന്നത്, എന്നാൽ അതിൽ തീരുമാനമായിട്ടില്ല. അതായത് ചർച്ചകളെല്ലാം കഴിഞ്ഞു, ഇനി സൈൻ ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. പക്ഷെ ഏതായിരുന്നാലും അതിന് ഒരു അറുതി വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ രൂപയുടെ മൂല്യം വളരെയധികം തകർന്നു. 89.40 എത്തി നിൽക്കുന്നു. നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ റിസർവ് ബാങ്കോ അതിനെക്കുറിച്ച് കാര്യമായ ഒരു പ്രതിരോധമൊന്നും എടുക്കുന്ന രൂപത്തിലുള്ള ഒരു മെസ്സേജ് ഒന്നും കണ്ടില്ല. അവർ പറയുന്നത് GDP എക്കണോമിക്കൊക്കെ ഗ്രോത്ത് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് അവരിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ. ഏതായിരുന്നാലും രൂപ മൂല്യത്തകർച്ചയിലാണുള്ളത് ഇപ്പോൾ. ഇനി നമുക്ക് AI ബബിൾ എന്താണെന്നുള്ളതിലേക്ക് വരാം. വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറിലാണുള്ളത്. പ്രത്യേകിച്ചും US ജപ്പാനും അത്യാവശ്യം നല്ല സെല്ലിങ്ങോട് കൂടിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. AI ബബിൾ എന്താണെന്ന് നമുക്ക്, അതായത് ചുരുങ്ങിയ വേർഡുകളിൽ പറഞ്ഞുകൊണ്ട് പോകാം. അതിനെ ഒരുപാട് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് AI ബബിളിനെ കുറിച്ച് പിന്നീട് വേണമെങ്കിൽ നമുക്ക് സൗകര്യപൂർവ്വം ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അതായത് AI ബബിളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന് മുമ്പുണ്ടായിരുന്ന 2000 സംഭവിച്ച .com ബബിൾസിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ 2008 സംഭവിച്ച ഹൗസിംഗ് എക്കണോമിക് ക്രൈസിസ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് 2000-ലും 2008-ലും വേൾഡ് മാർക്കറ്റുകൾ എല്ലാം തന്നെ ക്രാഷ് ആയിരുന്നു. അപ്പോൾ AI ബബിളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം .com
ബബിൾസ് എന്താണെന്ന് പറയാം. അതായത് ഇന്റർനെറ്റ് ഇത്ര സുലഭമല്ലാതിരുന്ന കാലഘട്ടം 2000-ൽ ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് ഈ ഇന്റർനെറ്റിൽ എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ ഇന്റർനെറ്റുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ IPO വഴി വരികയും IPO ആയി അത് മാർക്കറ്റിൽ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുകയും അതിലേക്ക് ഒരു പണക്കുത്തൊഴുക്ക് വരികയും ചെയ്തു. അതായത് ഇന്റർനെറ്റ് റിലേറ്റഡുമായിട്ടുള്ള .com എന്ന് അവസാനിക്കുന്ന പേരോടുകൂടിയുള്ള സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടന്നു. ഇത് വളരെയധികം വിശദീകരിച്ച് പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും, നമ്മളൊക്കെ കൂടുതലും സാധാരണക്കാരാണ് ട്രേഡിങ്ങിലേക്ക് ഇപ്പോൾ നിലവിൽ, അതായത് നമ്മുടെ 2015 ശേഷം അല്ലെങ്കിൽ 2018 ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കണക്കനുസരിച്ച് ഒരു 50% അല്ലെങ്കിൽ 60% സാധാരണക്കാരാണ് ഇപ്പോൾ ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സിമ്പിളായിട്ടാണ് പറയുന്നത്. .com ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള .com എന്ന പേരോടുകൂടി അവസാനിക്കുന്ന സ്റ്റോക്കുകൾ IPO വഴി എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ആവുകയും അതിലേക്ക് കൂടുതൽ റവന്യൂ വരും എന്നുള്ള രീതിയിൽ ജനങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഈ ഇന്റർനെറ്റിന് കൂടുതൽ ഗ്രോത്ത് അപ്പോൾ ആകാൻ കഴിയില്ല, കൂടുതൽ റവന്യൂ റിട്ടേൺ നൽകാൻ കഴിയില്ല എന്നുള്ള ആ ഒരു കാര്യം ബോധ്യമായതോടുകൂടി കംപ്ലീറ്റ് ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, ഈ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് വന്നാൽ ആ ഇൻവെസ്റ്റ് ചെയ്തത് മുഴുവൻ പിൻവലിക്കുന്നതോട് കൂടിയിട്ട് മാർക്കറ്റ് ക്രാഷായി. 2000-ൽ അതാണ് .com ബബിൾ എന്ന് പറയപ്പെടുന്നത്. ഇനി 2008-ലാണ് ഹൗസിംഗ് എക്കണോമിക് ക്രൈസിസ്. അതായത് അമേരിക്കയിൽ ഇപ്പോൾ ബാങ്കുകൾ എല്ലാം തന്നെ അപേക്ഷിക്കുന്നവർക്കെല്ലാം ലോൺ കൊടുക്കുക എന്ന് വെച്ചാൽ പണയത്തിന്മേൽ, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി സ്വർണമൊക്കെ പണയം വെച്ച് അല്ലെങ്കിൽ വീട് ആധാരം പണയം വെച്ച് ലോൺ എടുക്കുമല്ലോ, അതുപോലെ വീടുകൾ പണയം വെച്ച് ലോൺ എടുത്തു. അതും എല്ലാ ഈ 10 ലക്ഷത്തിന് അല്ലെങ്കിൽ 15 ലക്ഷം വില വരുന്ന വീടുകൾക്ക് വരെ 25 ലക്ഷം വരെ കൊടുക്കുന്ന രൂപത്തിലുള്ള അപേക്ഷിച്ചവർക്കെല്ലാം വസ്തു ഈടിന്മേൽ ലോൺ കൊടുത്ത് അവസാനം അതും കേവലം 4% പലിശയിലാണ്, 4% ഇൻട്രസ്റ്റിലാണ് ലോൺ കൊടുത്തത് ബാങ്കുകൾ. ഈ 25 ലാക്ക് മുഴുവൻ ഈ ലോൺ എടുത്തവർ എന്താണ് ചെയ്തത്? എല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യലും അതിൽ നിന്നുള്ള വരുമാനം കുറവും അതോടൊപ്പം തന്നെ അതിനുശേഷം, അതായത് ഈ ലോൺ മൊത്തം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഫെഡ് റിസർവിൻ്റെ ഭാഗത്തു നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാക്കിയത്. 6.5% എന്നുള്ളൊരു നിലയിലേക്ക് എത്തിച്ചതോട് കൂടിയിട്ട് ഈ ലോൺ എടുത്തവർക്ക് മുഴുവൻ ഇതിൻ്റെ വട്ടി, അതായത് പലിശ കെട്ടാൻ വഴിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. പലിശ മാത്രമല്ല, മുതലിലേക്ക് പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകാർ എന്ത് ചെയ്യും? ജപ്തി നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ബാങ്കുകൾ ജപ്തി നടപടികൾ, വസ്തു ഈടിന്മേലാണല്ലോ കൊടുത്തത്, ജപ്തി നടപടികൾക്ക് പോയപ്പോൾ ഈ മൊത്തത്തിൽ, അതായത് എല്ലാ ബാങ്കുകളും ജപ്തി നടപടികളിലേക്ക് വന്നപ്പോൾ ഈ തിരിച്ചു പിടിക്കുന്ന വീടുകൾ മൊത്തം വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? സപ്ലൈ അധികമാകും, ഡിമാൻഡ് കുറയും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ 25 ലക്ഷം എന്ന് പറയുന്ന വീടിൻ്റെ വില കേവലം 10 ലക്ഷത്തിനോ 15 ലക്ഷത്തിനോ ഉള്ളിൽ വിറ്റ് ഒഴിവായി ആ പണം തിരിച്ചു പിടിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ മൊത്തം സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുന്ന രൂപത്തിൽ 2008-ൽ US-ൽ സംഭവിച്ചു. അതോടുകൂടിയിട്ട് സ്വാഭാവികമായും ഓഹരി വിപണിയും തകരും. നമുക്കറിയാമല്ലോ, അതാണ് ഹൗസിംഗ് എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്ന 2008-ലെ വേൾഡ് മാർക്കറ്റ് ക്രാഷ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലും അന്ന് 2000-3000 പോയിന്റോളം ഡൗൺ ആയി എന്നുള്ളതാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയിടത്തോളം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ചിടത്തോളം എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, അത് ഏതായിരുന്നാലും വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ ആ ഒരു സംഭവത്തോടുകൂടി ക്രാഷായി. നിലവിൽ ഇപ്പോൾ AI ബബിൾസ് എന്താണ്? ഈ AI എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇന്ന് ഒരു കമ്പനി AI അധിഷ്ഠിത വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ
പോസിറ്റീവ് എന്ന് പറയുന്നത് 10 മനുഷ്യന്മാർ പണിയെടുക്കുന്നിടത്ത് ഒരു AI കൊണ്ട് ഈ 10 പേരുടെ ജോലി അവിടെ തീർക്കാം. ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വൻകിട കമ്പനികളെല്ലാം തന്നെ AI-യിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ AI-യിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് പ്രതീക്ഷിച്ച രൂപത്തിലുള്ള റിട്ടേൺ വരുന്നുണ്ടോ? ഇല്ല. റവന്യൂ കുറവ്. സ്വാഭാവികമായും ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ AI-യിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവർ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ റവന്യൂ ലഭിച്ചില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ക്രാഷിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല ഈ US-ലെ പ്രശസ്തനായ ഷോർട്ട് സെല്ലർ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൂടെ പുറത്തേക്ക് വിട്ടതോടുകൂടി എല്ലാവരും പാനിക്കിലാണ്. ഹ്യൂജ് സെല്ലിംഗ് ആണ് ഇപ്പോൾ വേൾഡ് മാർക്കറ്റുകളിൽ, പ്രത്യേകിച്ചും US-ലും ജപ്പാനിലും നടന്നത്. ഇനി വീണ്ടും നമ്മുടെ വേൾഡ് മാർക്കറ്റുകളിൽ മൊത്തം ഇങ്ങനെ സംഭവിച്ചാൽ ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മാർക്കറ്റും അതിനോടൊപ്പം തന്നെ ചെറിയൊരു ക്രാഷിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 200 മില്യൺ ക്രോറാണ് AI-യിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതേതായിരുന്നാലും അതിനെക്കുറിച്ച് നമ്മുടെ ഓരോ രാജ്യങ്ങളും AI-യിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സംഖ്യകളുടെ പൂർണ്ണ വിവരം ഞാൻ എടുത്തിട്ടില്ല. അത് പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല പരിപൂർണമായ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാവുന്നതാണ്. ഓക്കെ, ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം, അതായത് ഇപ്പോൾ നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെയൊക്കെ പോർട്ട്ഫോളിയോ ഇപ്പോൾ റെഡിലായിരിക്കും. കാരണം മാർക്കറ്റ് കയറുന്നു, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇറങ്ങുന്നു. എന്താണ് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്? അതായത് ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം IT സെക്ടർ എത്ര ശതമാനത്തോളമാണ് ഉയർന്നിരിക്കുന്നത്? IT സെക്ടറിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻഫോസിസ്, അതുപോലെ TCS തുടങ്ങിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നല്ല ഉയർച്ച വന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 0.5% പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിങ്ങനെ. അതുപോലെ തന്നെ ആട്ടോ സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ്? ഈ 2 സ്റ്റോക്കുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആട്ടോ സെക്ടർ 1% പോസിറ്റീവിലായത്. അത് മാരുതി, അതുപോലെ തന്നെ ഏഷ്യർ മോട്ടോഴ്സ് എന്നിവ. അപ്പോൾ ഈ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോ റെഡിലായതും മാർക്കറ്റ് മുകളിലായതും. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി 158 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,068. അതുപോലെ സെൻസെക്സ് 675 പോയിന്റ് പോസിറ്റീവിൽ 85,231 ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ലാർജ് ക്യാപ്പ് ഫ്ലാറ്റിലാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞു 0.5% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് 2% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT സെക്ടർ 2% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആട്ടോ സെക്ടർ 1% പോസിറ്റീവിൽ. മിഡ് ക്യാപ്പ് 1% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ റിയാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. 3.7% ഡൗണിലാണ്, നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെറ്റലും ഏകദേശം ആ ഒരു റേഞ്ചിലേക്കാണ്, 3.3% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മീഡിയ 2.4% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻസെക്സ്, നിഫ്റ്റി, IT, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, ആട്ടോ, ഈ ഒരു 5 മാത്രമേ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ആഴ്ച FIErsനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു 188 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ DIers 12,970 കോടിയുടെ ബയ്യിങ് ആണ് നടത്തിയിരിക്കുന്നത്. എത്രത്തോളം അവർ ബൈ ചെയ്ത് നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്ക് നമ്മൾ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ 26,000 എന്നുള്ളത് ഒരു മാജിക് ലെവലാണ്, ഒരു സൈക്കോളജിക്കൽ ലെവൽ. ആ ലെവലിന് താഴെ ഒരിക്കലും പോകാൻ പാടില്ല. 26,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ
നിലകൊള്ളുന്നത്. 26,000 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,900 പോകാം. അവിടെ നിന്നും സസ്റ്റെയിൻ ചെയ്ത് താഴേക്ക് തന്നെ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് 25,750 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് മാത്രം നോക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കോംപ്ലിമെൻ്റ് ആയി നിൽക്കുന്നത്. ഇപ്പോൾ 26,247 കഴിഞ്ഞ ദിവസം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ ഹൈ ക്രിയേറ്റ് ചെയ്ത ആൾ ടൈം ഹൈ ആയ 26,277 അടുത്ത് വന്നുകൊണ്ട് തന്നെ ഡബിൾ ടോപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഈ ഡബിൾ ടോപ്പ് ഫോം ആയതിനു ശേഷം അല്പം താഴത്തേക്ക് വന്ന് ഇപ്പോൾ 26,068 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 26,068 മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ 26,200, 26,250, 26,280 ഈ ഒരു സോൺ, ഈ ഒരു ഏരിയ അത് പ്രത്യേകം വാച്ച് ചെയ്യണം. അതിന് മുകളിൽ പോയാൽ മാത്രമേ നിഫ്റ്റി 26,500 എന്നുള്ള റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത ഇവിടെ കാണുന്നുള്ളൂ. ഏതായിരുന്നാലും നമുക്ക് അത് വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് വീക്ക് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ചും നെക്സ്റ്റ് വീക്ക് മന്ത്ലി എക്സ്പയറിയാണ്. ഹൈ വാളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇത്തരത്തിലുള്ള നെഗറ്റീവ് പോയിന്റുകളും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീക്ക്ലി വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളൂ. നമുക്കിനി നാളെ ഇൻട്രാഡേ ലെവലിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാനായിട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളും നോക്കാം. അതുപോലെ തന്നെ വീക്ക്ലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളും നോക്കി ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. നോക്കി ഇവിടെ ഒക്ടോബർ മാസം ക്രിയേറ്റ് ചെയ്ത 26,097. ഓക്കെ, 26,097 ഇപ്പോൾ നിലവിലുള്ള ആൾ ടൈം ഹൈ കൂടെ നമുക്ക് നോക്കുമ്പോൾ ഡബിൾ ടോപ്പായിട്ട് നമുക്ക് ഇതിനെ വരച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ താഴത്തേക്ക് അല്പം വന്നു. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫാളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഏതായിരുന്നാലും ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സൂചന നൽകി എന്ന് മാത്രം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കൂ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ 26,100 മുകളിൽ 26,175, 26,175, 26,200 എന്ന് വെച്ചോളൂ. 26,200, അതിനുശേഷം 26,250, 26,280 ഈ ഒരു റേഞ്ചിൽ നമുക്ക് റെസിസ്റ്റൻസ് ലെവലായിട്ട് ഡീപ്പായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു 26,200 26,280 എന്നുള്ള ഈ ഒരു സോണിൽ പരമാവധി ട്രേഡിംഗ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഏതായിരുന്നാലും അപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ഇത്തരത്തിൽ നീങ്ങാനാണ് സാധ്യത കൂടുതലും കാണുന്നത്. നമുക്ക് സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ നോക്കൂ, 26,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 26,000, ഈ ഒരു 26,000 താഴെ സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് കുറച്ചൊരു പേടിക്കേണ്ട ആവശ്യമുള്ളൂ. 25,900 എത്താം. 25,900 താഴെയും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, 25,700 ഈ വിഗിൻ്റെ താഴെയല്ല, ഈ ബോഡിയുടെ താഴെ 25,750. അപ്പോൾ ഈ ഒരു ലെവലുകൾ നമ്മൾ പ്രത്യേകം നിഫ്റ്റിയിൽ വീക്ക്ലി ബേസിൽ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിലവിൽ 59,232 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 58,867 ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് 58,700 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. 58,700 അതിന് താഴെ സസ്റ്റെയിൻ ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ 58,310, 58,300 ഈ ഒരു 58,700 താഴെ വരികയാണെങ്കിൽ 58,300 എന്നുള്ള ഈ ഒരു റേഞ്ച് വാച്ച് ചെയ്യാം. അതേസമയം റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 58,867 അപ്പോൾ ഈ ഒരു ബോഡിയുടെ നമുക്ക് 59,000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 59,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 59,400
40 ഹൈ 450. ഓക്കെ, 59,450 വരെയൊക്കെ 59,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ വീക്ക്ലി വൈസിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഓക്കെ, നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടായിട്ട് 26,000. ഓക്കെ, 26,000 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഡൗൺ സൈഡിലേക്ക് എടുത്തു പോയാൽ മതി. അതിന് മുൻപ് ഒരിക്കലും എടുക്കാൻ ശ്രമിക്കരുത്. 26,000 താഴെ, 26,000 ബ്രേക്ക് ചെയ്തതും താഴത്തേക്ക് എടുത്തു പോകരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് ക്ഷമയോടുകൂടി ഡൗൺ സൈഡിലേക്ക് എടുത്തു പോകാം. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് 26,180. ഓക്കെ, 26,180 മുകളിൽ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 26,200, 26,250, 26,250 വരെയൊക്കെ പോകാം. പക്ഷെ ശ്രദ്ധിക്കുക. ഓക്കെ, പരമാവധി അപ്പ് സൈഡിലേക്ക് നാളെ നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അങ്ങനെ ചെറിയ തോതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് 26,120 എന്നുള്ള ഈ റേഞ്ചിന് മുകളിൽ എത്താൽ മതി. 26,120. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സപ്പോർട്ടായിട്ട് 58,700, അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 59,130. ഇതിന് മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് സുതാര്യമായിട്ട് തന്നെ ചെയ്യാൻ പ്രശ്നമില്ല. ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇവ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റ് ബിൽഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.